അരുൺ, സ്നേഹപൂർവ്വം റിപ്പോർട്ടറിൻ്റെ എല്ലാ സംഘങ്ങൾക്കും ഇത് കേൾക്കുന്ന മലയാളികൾക്കും എല്ലാം ഓണത്തിൻ്റെ ആശംസകൾ. സത്യത്തിൽ ഒരു കാര്യം ഞാൻ പോസിറ്റീവായിട്ട് പറയട്ടെ. രാവിലെ ഒരു പോസിറ്റീവ് വൈബാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇന്ന് ഓണം സാധാരണ നിലയിൽ ഓണത്തിനും വിഷുവിനും റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകൾക്കൊക്കെ അറിയാവുന്നത് പോലെ ഉച്ചവരെ ഞാൻ അന്തികാട്ട വീട്ടിൽ കാണും സ്ഥിരമായി, എന്ത് തിരക്കുണ്ടെങ്കിലും. അത് കഴിഞ്ഞിട്ടേ ഇറങ്ങാറുള്ളൂ. 2018 പ്രളയത്തിനൊഴികെ വീട്ടിലമ്മയോടൊക്കെ കൂട്ടത്തിലിരുന്നൊന്ന് ഭക്ഷണം കഴിച്ച് പോരാ എന്നുള്ളൊരു താല്പര്യം സ്വാഭാവികമായിട്ടുണ്ട്. മറ്റാഘോഷങ്ങളില്ലെങ്കിലും വീട്ടിൽ വന്നൊന്ന് ഭക്ഷണം കഴിക്കുക. ഇന്നത്തെ ദിവസം സത്യത്തിൽ ഈ തിരുവോണത്തിന് മാനസികമായിട്ടുണ്ടായിരുന്നൊരു വലിയ പ്രയാസം രാവിലെ തന്നെ ചൂരൽമലയും പ്രത്യേകിച്ച് വയനാട്ടിലെ അനുഭവങ്ങളെയും വെച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഓണം ഒരു സാധാരണ നിലയിൽ ആഘോഷമാണെന്നൊക്കെ പറഞ്ഞാലും ഇത്തവണ ഓണത്തിൽ വീട്ടിലാളുകളോടൊപ്പം ഒന്ന് ഓണം ചെലവഴിക്കുക എന്നതിൽ കവിഞ്ഞൊരാഹ്ലാദം സത്യത്തിൽ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് തുടക്കത്തിൽ തന്നെ ആദ്യം വീട്ടിലെത്തുന്ന റിപ്പോർട്ടറാണ്, അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഒരു പോസിറ്റീവായ വൈബ്. അപ്പോൾ അവിടെ പൂർണ്ണമായ സമയം നിന്ന് നമുക്കൊക്കെ അങ്ങനെ ഒരു വൈബ് ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇത് കാണുന്ന എല്ലാവർക്കും വളരെ പോസിറ്റീവായ ഒരു ഓണത്തിൻ്റെ തുടക്കം കുറിക്കാൻ റിപ്പോർട്ടറിൻ്റെ ഓണത്തിൻ്റെ ഈ കിക്ക് ഓഫിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. സത്യത്തിൽ ഞാൻ റിപ്പോർട്ടറിൽ ഓണത്തിൻ്റെ ഡിസ്കഷൻ അല്ലെങ്കിൽ അരുണവുമായിട്ടൊരു സംസാരത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയുമെന്നൊരു ആശങ്കയിലായിരുന്നു. സത്യത്തിൽ ഇതിങ്ങനെ വയനാട് നമ്മളെ വല്ലാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വലിയൊരു യഥാർത്ഥത്തിൽ കിക്ക് ഓഫായി, വലിയൊരു വൈബായി. എനിക്ക് മാത്രമല്ല, കാണുന്നവർക്കും പ്രത്യേകിച്ച് വയനാടിനെ അറിയുന്നവർക്കും ഒക്കെ വലിയ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമായി. ഇന്നത്തെ എറണാകുളത്ത് ആരംഭിക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ ആ കളിക്കാരെ മുഴുവൻ കൈപിടിച്ച് അണിനിരത്തുന്നത് ചുരൽമലയിലെ കുട്ടികളാണ്, മുണ്ടക്കയിലെ കുട്ടികളാണ് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനവും വളരെ സന്തോഷവും തോന്നും. തിരിച്ചുവരവിലാണ് ചൂരൽമലയാകെ എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഓണത്തിൻ്റെ തുടക്കമാണ്. വേദനകൾക്കിടയിലും ഓണത്തിൻ്റെ പോസിറ്റീവായൊരു തരംഗത്തിലേക്ക് വയനാടിനെ ആകെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം. ഞാൻ ആ ഒരു യഥാർത്ഥത്തിലൊരു പുഞ്ചിരിയോ ഒരു സന്തോഷമോ ഒക്കെ തുടക്കം കുറിച്ചത് ഈ കാഴ്ച കണ്ടാണ്. പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും നമ്മുടെ കുട്ടികൾ അടിപൊളിയായി എറണാകുളത്ത് എത്തിച്ചേർന്ന്, ഒരു പക്ഷേ ആ കൂട്ടത്തിലുള്ളവരോടല്ല ചോദിച്ചാൽ അറിയാം, പലരും ആദ്യമായിട്ടായിരിക്കും എറണാകുളം കാണുന്നത്. മിനിസ്റ്റർ ചോദിച്ചതുപോലെ ആ കുട്ടികളോടൊന്ന് ചോദിക്കൂ, അവരിൽ എത്ര പേർ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ എത്തുന്നത്, അവരിൽ എത്ര പേർ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറാൻ പോകുന്നത്, സ്റ്റേഡിയം കാണാൻ പോകുന്നത്, ഒന്ന് ചോദിച്ചു നോക്കൂ. അതാ അവിടെ സംസാരിച്ചപ്പോൾ ചില ആൾക്കാർ പറഞ്ഞതാണ് ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിൽ വരുന്നത്, ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ ആരൊക്കെ ആദ്യമായിട്ട് കൊച്ചിയിലേക്ക് വരുന്നവർ? എത്ര പേരുണ്ട് ആദ്യമായിട്ട് കൊച്ചിയിൽ വരുന്നവർ? അച്ചടാ, ഏതാണ്ട് എല്ലാവരും ആദ്യമായിട്ട് വരുന്ന. നേരത്തെ വന്നവരാരൊക്കെ ഉണ്ട്? കൈ താഴ്ത്തി. നേരത്തെ വന്നവരാരൊക്കെ ഉണ്ട്? ചുരുക്കം ചില ആൾക്കാരാണ് നേരത്തെ വന്നവർ. കൈ താഴ്ത്തി. മെട്രോയിൽ നേരത്തെ കയറി ആരൊക്കെ ഉണ്ട്? മെട്രോയിൽ ഒരു 3-4 പേരുണ്ട്. ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ വരുന്നവർ ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ വന്ന ആരൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ഞാനെന്ന് വിളിക്കണം. എന്താ ഞാൻ പേര്? അമ്മാൻ. ആദ്യമായിട്ട് മെട്രോയിൽ കയറാ? എന്ത് തോന്നുന്നു മെട്രോയിൽ കയറുമ്പോൾ? അപ്പോ അല്ലമീൻ, നമുക്ക് ഇവരെ കൊച്ചി മെട്രോയിൽ ഒന്ന് കയറ്റണം. അല്ലമീനും കൂടി അവർക്കൊപ്പം യാത്ര ചെയ്തൊരു സ്റ്റേഷൻ വരെ യാത്ര ചെയ്യുകയും വേണം കേട്ടോ. അല്ലമീൻ, മിനിസ്റ്റർ ഇത്രയും പേര് ആദ്യമായിട്ടാണ്, എനിക്കൊന്ന് 90% ആളുകളും ആദ്യമായിട്ടാണ് കൊച്ചിയിൽ വരുന്നതും മെട്രോ കാണുന്നതും മെട്രോയിൽ കയറാൻ പോകുന്നതും. സ്റ്റേഡിയം അനുഭവം എല്ലാവർക്കും ഇത് ആദ്യവുമാണ് എന്നുള്ളത്. ആലുവയിൽ നിന്ന് ഇവരെ കലൂരിലേക്ക് മെട്രോയിലാണ് കൊണ്ടുപോകുന്നത്. മിനിസ്റ്റർ, വീട്ടിലിപ്പോൾ ഇനി നമ്മളൊന്ന് വീട്ടിലെ കാര്യത്തിൽ കൂടി വന്നാൽ നമുക്ക് അതിനു മുമ്പ് ഈ കുട്ടികളെ നമുക്കൊന്ന് യാത്രയേക്കാം. കാരണം അവർക്ക് ഇനിയിപ്പം തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരെ കലൂരിലേക്ക് മെട്രോയിലൊന്ന് കൊണ്ടുപോകണം, അതിനുള്ള ഒരുക്കങ്ങളിലാണ്. മിനിസ്റ്റർ, നമുക്ക് ഇവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞങ്ങളൊരു ഗിഫ്റ്റ് ഇവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഞങ്ങളുടെ അല്ലമീൻ ഇപ്പോൾ കൊടുക്കും. തീർച്ചയായിട്ടും ആ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മിനിസ്റ്ററിലേക്ക് ഒന്ന് തിരിച്ചു വരാം. അല്ലമീൻ, പറഞ്ഞോളൂ മിനിസ്റ്റർ. അപ്പം എല്ലാ കുട്ടികൾക്കും ഓണത്തിൻ്റെ സ്നേഹപൂർവ്വമായിട്ടുള്ള ആശംസകൾ നേരെയാണ്. നമുക്ക് ഒരു ചെറിയ, നമുക്കെല്ലാം വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ നിന്ന് കരകയറലാണ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനം. നിങ്ങൾ 33 പേരോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൊച്ചുകൂട്ടുകാരോ ഒക്കെ കൂടി വന്ന് കൊച്ചി കാണുന്നതും ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ സ്റ്റേഡിയത്തിലേക്ക് വരുന്നതും മെട്രോയിലേക്ക് പോകുന്നതൊക്കെ നിങ്ങളുടെ മാത്രമായ ഒരു അനുഭവമായി കാണരുത്. ശരിയാണ് മിനിസ്റ്റർ, അത് വല്ലാത്തൊരു അനുഭവമാണ്. നമുക്ക് ദുരന്തത്തെ മറികടക്കാനുള്ള അതെ ഒരു ഊർജ്ജമാണത്.
ഒരു സന്തോഷമായിട്ട് ഒരു കാണണം. നമുക്ക് എല്ലാവർക്കും കൂടി മറികടക്കണം, ഒന്നും പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങളുടെ കൂട്ടുകാരെയും ഒക്കെ കൂട്ടിച്ചേർത്ത് പുതിയ കാലത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള യാത്രക്കിടയിൽ നമ്മളെല്ലാവരുമുണ്ട്. ഒരു പ്രയാസവും ഉണ്ടാകരുത്. തിരുവോണം നമുക്ക് ഈ പ്രതിസന്ധികളെയൊക്കെ മാനസികമായി മറികടക്കാനുള്ള ഒരു വഴിയായി കാണണം. ആ വിധത്തിൽ ആലോചിക്കണം. എല്ലാവർക്കും സ്നേഹപൂർവ്വമായിട്ടുള്ള ഓണാശംസ. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. അമ്മയ്ക്കൊപ്പം തന്നെയല്ലേ മിനിസ്റ്റർ ഇത്തവണയും ഉള്ളത്? അമ്മയെ കണ്ടില്ല, കഴിഞ്ഞ തവണ അമ്മയെ കണ്ടിരുന്നു. അതെ, തീർച്ചയായിട്ടും. അതെ, എല്ലാവരും ഉണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്. രാവിലെ ആകുമ്പോൾ രാവിലത്തെ ഓണപ്പടികളിലെല്ലാവരും വ്യാപൃതരായിട്ട് നിൽക്കുകയാണ്. ചെറുതാണെങ്കിലും ഞങ്ങൾ 4-5 പേര് 5-6 പേരിരുന്ന് ഭക്ഷണം കഴിച്ച് ഓണത്തിനൊരുമിച്ച് കൂടുക എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള അനുഭവം. രാവിലെ മുതൽ ആളുകൾ വന്നു തുടങ്ങി. ഇന്നെന്തായാലും ഞാൻ വീട്ടിലുണ്ടാകുന്ന ഉറപ്പുള്ളതുകൊണ്ട് കുറച്ചു കാലമായിട്ട് കാണാത്തവരും തിരക്കുകൾക്കിടയിൽ തുടർച്ചയായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തവരും ഒക്കെ ഇന്ന് വീട്ടിൽ വരും. അപ്പോൾ രാവിലെ തൊട്ട് അവരും ഉണ്ടാകും വീട്ടിൽ. ഓക്കെ, അപ്പോൾ മിനിസ്റ്റർ വളരെ സുന്ദരമായൊരു ഓണക്കാലമാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ മിനിസ്റ്റർ, ഞങ്ങൾ എന്തായാലും നമ്മുടെ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ ചൂരൽമലയിലെ കുട്ടികൾക്ക് ഓണസമ്മാനം കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ ഓണക്കാഴ്ചകൾ ആരംഭിക്കുന്നത്. അലമീൻ, നമ്മുടെ കുരുന്നുകൾക്ക് ഫുട്ബോൾ ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്ക് റിപ്പോർട്ടറിൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ഓണസമ്മാനം കൊടുക്കാം. ആ ഓണസമ്മാനത്തോടു കൂടി നമ്മൾക്ക് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാം. അലമീൻ, കൊടുത്തോളൂ. അവർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുള്ളൂ. അവരോടൊപ്പം ഫുട്ബോളും കൂടെ കളിച്ചോളൂ അലമീൻ. ഉറപ്പായിട്ടും നമ്മളേതായിരുന്നാലും ഇവിടെ വന്നിട്ടുള്ള ഫുട്ബോൾ പ്രേമിച്ച് ഇവിടേക്ക് വന്ന സുഹൃത്തുക്കൾക്ക് റിപ്പോർട്ടറിൻ്റെ വക ഒരു ഓണസമ്മാനം കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടി കുറച്ച് ഫുട്ബോൾ കൂടി നമ്മൾ കരുതിയിട്ടുണ്ട്. അവർക്ക് ഒരു സമ്മാനമായി നമുക്ക് ഫുട്ബോൾ കൊടുക്കാം. ഞാൻ ഇട്ടേക്കുന്ന ഷർട്ടുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഫുട്ബോൾ തന്നെ എടുക്കാമെന്നുള്ളതാണ് അരുൺ. ഈ ഒരു ഫുട്ബോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഫുട്ബോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പ്രതിനിധികൾക്ക് നമുക്ക് ആ ഫുട്ബോൾ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുണ്ട്, എല്ലാവരും കളിക്കുന്നവരൊക്കെയാണ്. നമുക്ക് അവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് നമുക്ക് നേരത്തെ പാട്ടുപാടി കളിച്ചത് ഇപ്പോഴും ഫുട്ബോൾ നമ്മൾ രാവിലെ വന്നപ്പോഴേ ഫുട്ബോൾ എടുത്ത് നിൽക്കുന്ന മനാലിന് നമുക്കിത് കൈമാറാമെന്നുള്ളതാണ്. അവരെയൊക്കെ പ്രതിനിധീകരിച്ച് മനാലിനൊരു ഫുട്ബോൾ കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും വേണ്ടി മനാലിന് കൊടുക്കട്ടെ. മനാൽ വാ, ഇവിടേക്ക് വാ. എല്ലാ ബോളും കൂടെ എങ്ങനെ ഇങ്ങനെ ഒരു ബോളല്ല, ഒരുപാട് ബോളുകൾ അല്ലേ? എങ്ങനെ ബോൾ പിടിക്കുക? ഓക്കേ, ഇത് ആർക്ക് കൊടുക്കും? ഈ ബോൾ വെച്ച് എന്ത് ചെയ്യും? കളിക്കുവോ? ഇത് ആർക്കെങ്കിലും കൊടുക്കുമോ അതോ മനാൽ ഒറ്റയ്ക്ക് വെച്ച് കളിക്കുവോ? ആരുമായിട്ടാ കളിക്കുക ഈ ബോൾ വെച്ചിട്ട്? ഒറ്റയ്ക്ക് കളിക്കും? ഒറ്റയ്ക്ക് കളിക്കുവോ? മനാലിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് കൊണ്ടുവരും. എല്ലാവരും ഇവിടെ നിൽക്കുന്ന കുട്ടികൾ എടുത്തോട്ടെ അല്ലേ? ഉറപ്പായിട്ടല്ല, ഫുട്ബോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അവരെ ഒന്ന് കളിക്കുകയും ചെയ്യും. അവരെ കളിക്കാനും കൂടി റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ഒന്ന് ബോൾ എടുത്തോ, നമുക്കൊന്ന് കളിച്ചാലോ? റെഡിയല്ലേ? എല്ലാവർക്കും എന്നിട്ട് വാ, നമുക്കൊന്ന് കളിച്ചാലോ? ബാക്കിയുള്ളൊരു ബോൾ അവിടെ വെച്ചിട്ടോ, ഒരു ബോൾ എടുത്തിട്ടോ, നമുക്കൊന്ന് കളിക്കാം. വാ, ഓക്കെ, വാ. എല്ലാവരും വാ. ബോൾ വെച്ചിട്ടോ, എല്ലാവർക്കും എടുക്കാം. കുട്ടികൾക്കൊപ്പം കുട്ടികൾ കളിക്കട്ടെ, കുട്ടികൾ ചിരിക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടി മിനിസ്റ്ററും ഇത് കാണുന്നുണ്ട്. താങ്ക് യു മിനിസ്റ്റർ വൺസ് അഗൈൻ. അവരുടെ ഒരു കളി കൂടി കണ്ടിട്ട് പോയാൽ അരുൺ, നമുക്കൊരു കളി കൂടെ കണ്ടിട്ട് പോവാം വളരെ പെട്ടെന്ന് അരുൺ. അവരുടെ ഒരു കളി കൂടി. പക്ഷേ ഇത്രയും ചോദ്യമല്ലേ? ബോൾ വെച്ചില്ല. അതാണ് എല്ലാവരും ബോൾ അവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടോ. നിങ്ങൾ ബോൾ അവിടെ വെച്ചു. ബോൾ നമുക്ക് എടുക്കാം. ബോൾ അവിടെ വെച്ചു. പണ്ട് ബന്ദാഷ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ പന്തിട്ട് കൊടുത്താൽ ഈ ഓട്ടം നിൽക്കുമല്ലോ എന്ന് ചോദിച്ച പോലെയാണ്. എല്ലാവരുടെ കയ്യിലും പന്ത് കിട്ടിയ പിന്നെ കളിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ ഓണത്തിനൊരു പ്രത്യേകതയും അതാണ്. എല്ലാവർക്കും പന്ത് വേണമെന്ന് ക്ഷണിക്കരുത്. ഒരൊറ്റ പന്ത് കൊണ്ട് ഒരുമിച്ചൊരോണം, അതാണ് ഈ ഓണത്തിൻ്റെയും സന്ദേശം. ഒരുമിച്ചൊരോണം എന്നതാണ് റിപ്പോർട്ടറിൻ്റെ ഇത്തവണത്തെ ഓണത്തിൻ്റെ സന്ദേശവും. നമുക്ക് കുട്ടികളെ കളി ഒന്ന് കണ്ടിട്ട് വളരെ വേഗം വരാം. ഈ കളികളും ചിരി. എനിക്കൊന്ന് മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഞാൻ മിനിസ്റ്ററുടെ അടുത്തൊന്ന് ചോദിക്കട്ടെ. ഈ ഓണത്തെക്കുറിച്ചൊക്കെ മിനിസ്റ്റർ ചിന്തിക്കുമ്പോൾ ഈ കുട്ടികളുടെ ഓണവും കുട്ടികളുടെ കളിയും അതൊന്നും ഇല്ലാതെ ഓണം പൂർണ്ണമാവില്ലല്ലോ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മുതിർന്നവരെക്കാൾ ഓണം കുട്ടികൾക്കാണ് അല്ലേ? ഉറപ്പായിട്ടും മുതിർന്നവർക്ക് തന്നെ ഓണം കുട്ടികളെ ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കുട്ടികളുടെ ഓണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഓണം. യഥാർത്ഥത്തിൽ കർഷക സമൃദ്ധിയുടെ ഓണമാണ് എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യവും നമ്മുടെ പാരമ്പര്യവും. അതാണ് തിരുവോണത്തിൻ്റെ ഏറ്റവും വിശാലമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനപരമായ ചിന്ത എന്നൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ പൂക്കളവും കുട്ടികളുടെ മത്സരവും കുട്ടികളുടെ പാട്ടും കുട്ടികളുടെ ആഹ്ലാദവും യഥാർത്ഥത്തിൽ 10 ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് അങ്ങ് ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ളൊരു ത്രില്ല് ഭയങ്കരമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഏതാണ്ട് 4-5 ഏക്കർ വലിപ്പത്തിലുള്ള കുളമുണ്ട്. അന്തിക്കാട് കുളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സാധനമാണ്.
അപ്പോൾ ഈ കുളത്തിൽ ചാടുക എന്നുള്ളത് പിള്ളേരുടെ ഒരു തിരുവോണ ദിവസം ഉൾപ്പെടെ വെക്കേഷനായി കഴിഞ്ഞാൽ നീന്തി കുളിക്കുക, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടാകുക, പഠിക്കാനില്ലാതെ ഓടി നടക്കുക. പണ്ടൊക്കെ ഈ തൊടികളിൽ നിന്ന് തുമ്പപ്പൂ പറിക്കൽ തന്നെ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു ആഘോഷമാണ്. അത് മുതിർന്നവരാരും ആ പണിക്ക് വലുതായിട്ട് ഇറങ്ങാറില്ല. അവരൊക്കെ വീടുകളിൽ നിൽക്കുമ്പോൾ ഉത്രാടം രാവിലെ മുതൽ ആരംഭിക്കുന്ന ഒരു കുട്ടികളുടെ ഘോഷയാത്രയാണ്. മതിലുകളും വേലികളും ഇല്ലാത്ത പറമ്പുകളിലൂടെ മലയാളി മക്കൾ നടത്തുന്നൊരു ഘോഷയാത്രയാണ് യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ഏറ്റവും വലിയ വൈബായി പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് കുട്ടികളുടേതാണ് ഓണം. ആ ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറുകളും കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളിൽ തുടങ്ങിയതും ശരി, പ്രത്യേകിച്ച് ചൂരൽമലയാണ് എടുത്തതെങ്കിലും കുട്ടികൾ തുടങ്ങിയതും വളരെ നന്നായി. താങ്ക് യു മിനിസ്റ്റർ. അപ്പൊ നമുക്ക് അല്ലമീൻ നമ്മുടെ കുട്ടികളുടെ ഓണത്തോടുകൂടി നമ്മളുടെ ഓണം ആരംഭിക്കുകയാണ്. നമ്മുടെ ചൂരൽമലയിലെ സ്വന്തം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊപ്പം ഓണം നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ റെഡി, നമുക്ക് മത്സരം തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിയൽ മത്സരം വൈകുന്നേരം വരാനിരിക്കുന്നതേ ഉള്ളൂ. ISL മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈപിടിച്ച് മൈതാനത്തേക്ക് ഇറക്കുന്നത് ഈ ചൂരൽമലയിൽ നിന്ന് വന്ന കുട്ടികൾ ആയിരിക്കും. അപ്പോൾ അല്ലമീൻ തുടങ്ങിയാലോ? തുടങ്ങാം അരുൺ. വയനാട്ടുകാരുടെ ഈ കുട്ടികളുടെയൊക്കെ സന്തോഷത്തിനുള്ള ഒരു കിക്ക് ഓഫ് നമുക്ക് ഇവിടെ നിന്ന് ഉയർത്താം. ഏതായാലും അവരുടെ ഒരു കളി കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, തുടങ്ങിക്കോ. ഓക്കെ, അപ്പൊ ഗംഭീരായി അല്ലേ? അപ്പൊ നമ്മൾ